ഹായ് ഹലോ, ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് സച്ചിയുടെ ആ വേദനയും സച്ചിയെ എല്ലാവരും ഒറ്റപ്പെടുത്തിയതും അങ്ങനെ ഒരുപാട് സങ്കടം നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് കണ്ടു വന്നിരുന്നത്. എല്ലാവരും സച്ചി ഒറ്റപ്പെടുത്തിയപ്പോഴും രേവതി സച്ചി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെ അവസാനം കുറ്റവാളിയായ ആന്റണിയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. നല്ല ഇടിയൊക്കെ സച്ചി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവസാനം സച്ചി തെറ്റുകാരനല്ല എന്ന് സച്ചിയുടെ വീട്ടുകാരും തിരിച്ചറിഞ്ഞു. അങ്ങനെ നല്ല നിമിഷത്തിൽ കൂടെയാണ് ഇപ്പോൾ കഥ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സർപ്രൈസ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു കിട്ടിലൻ ട്വിസ്റ്റ് ആണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ? അതിനു മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു സങ്കടത്തിലൂടെയായിരുന്നു കഥ മുന്നോട്ട് പോയത്. പ്രേക്ഷകർക്ക് അറിയാമല്ലോ സച്ചി അനുഭവിച്ച ആ വേദനകളും സച്ചി എത്രത്തോളം കഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമല്ലോ. അങ്ങനെ അവസാനം സച്ചിക്ക് തന്നെ, സച്ചി നല്ലവനായതുകൊണ്ട്, സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല, സത്യം മാത്രമേ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് സച്ചിയുടെ ആ ഒരു നന്മ എല്ലാവരും തിരിച്ചറിഞ്ഞതും സച്ചി കുറ്റക്കാരനല്ല എന്ന് തെളിയിച്ചതും. പക്ഷെ അപ്പോഴും ജയിലിൽ കിടന്ന് ആന്റണി ചിന്തിക്കുന്നത് എങ്ങനെ സച്ചിയെയും രേവതിയെയും ഇനി രണ്ടുപേരെയും തമ്മിൽ പിരിക്കാം, അവരുടെ കുടുംബത്തില് സച്ചിയെ ഒരു കുറ്റക്കാരനാക്കി എങ്ങനെ മാറ്റാം എന്നൊക്കെയാണ് ആന്റണി ചിന്തിക്കുന്നത്. രാവിലെ തന്നെ ആന്റണിയെ കാണാനായിട്ട് ആന്റണിയുടെ സുഹൃത്തും പിന്നെ മറ്റൊരാള്, അതായത് നമ്മുടെ ശരത്ത്, രേവതിയുടെ അനിയൻ ശരത്തും കൂടി ചേർന്നിട്ട് ജയിലിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പോലീസുകാരോട് പറഞ്ഞു, എനിക്ക് ആന്റണി ചേട്ടനെ ഒന്ന് കാണണം, ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവരോട് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ നേരെ വന്ന് സംസാരിക്കുവാണ്. ശരത്ത് വന്ന് അവിടെ ആന്റണിയോട് സംസാരിക്കുവാണ്. അപ്പൊ ആന്റണി ശരത്തിനെ കണ്ട പാടെ തന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഓടി വന്നു. അപ്പോഴും ശരത്തിന്റെ മനസ്സിൽ സച്ചിയേട്ടനെ മനഃപൂർവ്വം കൊടുക്കാനായിട്ട് ആന്റണി ചേട്ടൻ ശ്രമിച്ചതാണോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യം നേരെ ആന്റണിയോട് ചോദിച്ചു. എന്നാൽ ഇപ്പോൾ ശരത്ത് തന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് സച്ചിക്കും രേവതിക്കും ഒരു കിടിലൻ തിരിച്ചടി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാനായിട്ട് ആന്റണിക്ക് സാധിക്കുന്നത്. മറിച്ച് ശരത്ത് അവർക്കൊപ്പം നിന്ന് തന്നെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ തകർക്കാനായിട്ട് തനിക്ക് സാധിക്കത്തില്ല എന്ന് ആന്റണിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആന്റണി ശരത്തിന്റെ മുന്നിൽ വേറെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ് ശരത്തെ, പക്ഷേ കുറ്റക്കാരൻ ഞാനല്ല. അന്ന് സച്ചി അതുപോലെ അന്ന് ആ ഒരു ബാറിൽ വന്നതിന് ശേഷം അവൻ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ സച്ചി കുടിക്കാൻ വന്നതാണല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നിന്നെ ഉപദേശിക്കുന്ന സച്ചി, നീ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് നിന്നെ അടിക്കുകയും നിന്റെ കൈ അടിച്ചൊടിക്കുകയും ചെയ്ത സച്ചി നിന്നെ ഉപദേശിച്ചിട്ട് മറ്റൊരു സൈഡിൽ ഇരുന്ന് തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് നിന്നെ ഒന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ തന്നെയാണ് ആ വീഡിയോ എടുത്തത്. വീഡിയോ മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് നിന്നെ കാണിക്കണം ഒരൊറ്റ ഉദ്ദേശം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു, എന്നിട്ട് നിന്നെ കാണിക്കാനായിട്ടാണ് ഞാൻ കയ്യിൽ വെച്ചിരുന്നത്. പക്ഷേ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ സുഹൃത്ത് സജിൻ, അവനാണ് ഈ പണി പറ്റിച്ചത്. അവൻ മനഃപൂർവ്വം ആ വീഡിയോ എടുത്തു. അപ്പം ഞാൻ പറഞ്ഞതാണ്, എടാ വേറൊരു രീതിയിലും ആ ഒരു വീഡിയോ കൊണ്ട് പോസ്റ്റ് ചെയ്യരുത് എന്ന്. എന്നാൽ അവനത് കേട്ടില്ല. അവനത് എഡിറ്റ് ചെയ്തു. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ അവനാണ് പോസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് സച്ചിക്കും ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായത്. സച്ചി എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടത്. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ശരത്തെ, കാരണം നിന്റെ ചേച്ചി എൻ്റെ ചേച്ചിയും കൂടിയാണ്. നിന്റെ ചേച്ചിക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കത്തില്ല എന്ന് ആന്റണി പറഞ്ഞു. പിന്നെ സച്ചി എന്നെ അടിച്ചത് ശരി, ഞാനത് ക്ഷമിച്ചു. കാരണം എനിക്കറിയാം, സച്ചിയെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചതാണ്. ഞാൻ ഉടൻ തന്നെ പുറത്തു വരും. നീ എന്തായാലും ഞാൻ പുറത്ത് വരുന്നത് വരെ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളെല്ലാം നീ വേണം നോക്കാനായിട്ട്. നമ്മളിപ്പോൾ ഇത്രയും നാളുകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നീ വേണം കൃത്യമായിട്ട് നോക്കാനായിട്ട് എന്ന് ശരത്തിനെ പറഞ്ഞേൽപ്പിച്ചു. ശരത്ത് ആന്റണി പറയുന്നതെല്ലാം വിശ്വസിക്കുകയും ആന്റണി നല്ലവനാണെന്ന് വിശ്വസിക്കുകയും ചെയ്ത ശരത്ത് ആന്റണിയോട് ശരി ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഈ യാത്രയൊക്കെ പറഞ്ഞിട്ട് തിരികെ പോയി. പക്ഷെ അതും ശരത്തിനെ കൊടുക്കാനായിട്ട് വീണ്ടും ആന്റണിയുടെ ഒരു ട്രിക്കായിരുന്നു. എല്ലാത്തിനും ശരത്തിനെ തൻ്റെ മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ തനിക്ക് എന്ത് ആപത്ത് വന്നാലും അത് ശരത്തിൻ്റെ തലയിൽ കൊണ്ടിടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആന്റണി ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്.
അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊന്നും സച്ചിക്ക് അറിയത്തില്ല. സച്ചി വീട്ടിലെത്തി തൻ്റെ അച്ഛനെ ചേർത്ത് പിടിച്ച് താൻ തെറ്റുകാരനല്ല എന്ന് എല്ലാവരെയും ബോധിപ്പിച്ചു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇതിനിടയിൽ സച്ചി കുടികാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന ചന്ദ്രമതിക്കും ശ്രുതിക്കും ഒക്കെ നല്ല ഒരു പണി തന്നെ കൊടുത്തു. അങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കുമായിരുന്നു. ഇതിനിടയിലാണ് ശ്രുതിയും സുധിയും ഒരു കാറ് വാങ്ങി. അതും ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ്. ആ കാറും വാങ്ങിക്കൊണ്ട് വരുന്ന വഴിക്ക് ഇനി എന്തൊക്കെ ചെയ്യാം, ഇനി എങ്ങനെ ബിസിനസ് നടത്താം, ഇനി വലിയ വലിയ ഉയരങ്ങളിലേക്ക് എങ്ങനെ എത്താം എന്നൊക്കെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്യുവാണ്. ഇവിടെ സച്ചിയുടെയും രേവതിയുടെയും ശ്രീകാന്തിൻ്റെയും വർഷയുടെയൊക്കെ മുന്നിൽ ആളാവാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. ഉടൻ തന്നെ സുധി ചന്ദ്രമതിയെ വിളിച്ചിട്ട് താൻ കാറ് വാങ്ങിയ വിവരങ്ങളെല്ലാം പറയുകയും എത്രയും പെട്ടെന്ന് ആരതി തട്ടുകൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനും സുധിയും വർഷയും ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ വീട്ടിലേക്ക് പോകുകയാണ്. ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ചന്ദ്ര തറയിലൊന്നും അല്ല നിന്നത്. കാരണം തൻ്റെ സുധി നന്നാവുന്നത് കാണാൻ ചന്ദ്ര ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സുധി ഇങ്ങനെ ഒരു വിവരം വിളിച്ചു പറഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് ഇത് സഹിച്ചില്ല. ഭയങ്കര സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുകയും രവീന്ദ്രനോട് വന്ന് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ വർഷയും ശ്രീകാന്തും രേവതിയും സച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് കേട്ടപ്പോൾ അത് വിശ്വസിച്ചില്ല. എന്താ സംഭവം, അല്ലെങ്കിൽ എന്താ ഇവൻ എന്താ. അപ്പോൾ ഈ കാറ് വാങ്ങിച്ച കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇവൻ എന്തിനാ കാറ്, ഇവൻ വീട്ടിലിരിക്കുകയല്ലേ ചെയ്യുന്നത്, അവന് പ്രത്യേകിച്ച് എന്തിനാ കാറ്, ചുമ്മാ അവന് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കി. എങ്കിലും ആരതി തട്ടമൊക്കെ എടുത്തുകൊണ്ട് ചന്ദ്രമതി പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അവരെ കണ്ടില്ല. ഇതൊക്കെ ചുമ്മയാണച്ചാ എന്ന് പറഞ്ഞ് തിരികെ എല്ലാവരും സച്ചിയൊക്കെ കൂടി വീടിനകത്തേക്ക് കയറാൻ നോക്കുമ്പോഴാണ് കാറിൻ്റെ ഹോണടി ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ പുതിയൊരു വെള്ള കാറാണ്. നല്ല മാസ്സായിട്ട് കാറൊക്കെ കൊണ്ട് നിർത്തി ശ്രുതിയും സുധിയും കാറിൽ നിന്നും ഇറങ്ങി വന്നു. ചന്ദ്രമതി കണ്ടു. ചന്ദ്രമതിയോട് എല്ലാവരോടും സംസാരിച്ചു. അങ്ങനെ കാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുവാണ്. സെക്കൻഡ് ഹാൻഡ് കാറാണ്, പക്ഷേ ഞങ്ങൾ ഇനി ഒരു ബിസിനസ്സൊക്കെ തുടങ്ങിയതിന് ശേഷം പുതിയൊരു കാറ് വാങ്ങും എന്നൊക്കെ സുധി പറഞ്ഞു. ഇത് ചന്ദ്രമതി കണ്ടതിന് ശേഷം ഇതിൻ്റെ വിലയൊക്കെ ചോദിച്ചപ്പോഴാണ് 5 ലക്ഷം രൂപയാണെന്ന് സുധി ഇങ്ങനെ ഗമയോടുകൂടി പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിക്ക് ഗമയല്ല തോന്നിയത്, പകരം ചിരിയാണ് വന്നത്. സച്ചി ചോദിക്കുന്നുണ്ട്, നീ ഒരു മണ്ടനാണോടാ, നീ ഒരു പൊട്ടനാണോ, ഈ 5 ലക്ഷം രൂപയ്ക്ക് ഈ സെക്കൻഡ് ഹാൻഡ് കാറ് നീ വാങ്ങിച്ചല്ലോ സുധി എന്ന് പറഞ്ഞ് ഓടിപ്പോയി കാറൊക്കെ ഇങ്ങനെ ചുറ്റും നോക്കി, ഗ്ലാസും ഡോറൊക്കെ തുറന്നു നോക്കി, ടയറൊക്കെ തട്ടി നോക്കി, എല്ലാം ഓക്കെ ആണല്ലോ എന്നൊക്കെ നോക്കുമ്പോൾ ആ കാറ് നശിപ്പിക്കാനായിട്ട് സച്ചി ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയും സുധിയും സച്ചിയെ വഴക്ക് പറഞ്ഞു. എന്നാൽ അച്ഛാ ഇതൊക്കെ ഇവൻ പറ്റിക്കപ്പെടുകയാണ് ചെയ്തത്. 5 ലക്ഷം രൂപയൊന്നും ഈ കാറിന് വില വരത്തില്ല. മിനിമം 2.5 ലക്ഷം, പോട്ട് 2.5 ലക്ഷം അല്ല, ഒരു 3 ലക്ഷം രൂപ കാറിന് ഉറപ്പിക്കാം. എങ്കിലും 3 ലക്ഷം രൂപ മാത്രമേ ഈ കാറിന് വില വരത്തുള്ളൂ, അല്ലാതെ 5 ലക്ഷമൊന്നും ഇല്ല. ഇവർ പറ്റിക്കപ്പെടുകയാണ് ചെയ്തത് വെച്ചാൽ 2 ലക്ഷം രൂപ ഇവർക്ക് നഷ്ടം ഉണ്ടാവുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് സച്ചി സുധിയെ കുറ്റപ്പെടുത്തി. എല്ലാവരും സുധിയെയും ശ്രുതിയുടെയും ഈ പ്രവൃത്തിയെക്കുറിച്ച് കുറ്റം പറയുകയും എന്തുകൊണ്ട് സച്ചിയെ വിളിച്ചുകൊണ്ട് പോയില്ല എന്ന് ശ്രീകാന്ത് ചോദിക്കുകയും ചെയ്തു. എന്നാൽ സച്ചി എഞ്ചിനീയറിംഗ് ആണോ പഠിച്ചത്? അല്ലല്ലോ, പിന്നെ ഇത്രയും കാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ ഇവന് പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ കളിയാക്കി. അപ്പോൾ രേവതി അതിന് നല്ല ചുട്ട മറുപടി തന്നെ കൊടുത്തു. സച്ചിയേട്ടൻ എഞ്ചിനീയറിംഗ് ഒന്നും അല്ല പഠിച്ചത്, പക്ഷേ കാറിനെ കുറിച്ചുള്ള കൃത്യം വിവരം സച്ചിയേട്ടൻ അറിയാൻ പറ്റും. ഒന്ന് ആ ഒരു കാർ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അതിൻ്റെ ശബ്ദം കേട്ടിട്ട് സെക്കൻഡ് ഹാൻഡ് ആണോ, പുതിയതാണോ, നല്ലതാണോ, ചീത്തയാണോ എന്നൊക്കെ സച്ചി നോക്കി പറയും. അങ്ങനെ ഈ സംസാരങ്ങൾ ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് തൻ്റെ ബിസിനസ്സിനെ പറ്റിയും സുധി പറയുന്നത്. എത്രയും പെട്ടെന്ന് ഒരു ബിസിനസ് തുടങ്ങണം, ബിസിനസ് തുടങ്ങി നല്ല ഉയരങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ 2 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ലാഭത്തിൽ കൊയ്യാൻ പറ്റും എന്നൊക്കെ സുധി ഇങ്ങനെ പറയുവാണ്. പക്ഷെ അപ്പോഴും സച്ചിയും എല്ലാവരും പരിഹസിച്ച് വിടുവാണ് ചെയ്തത്. സുധി ഇങ്ങനെ വിടുവായത്തം പറയത്തേ ഉള്ളൂ, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പരിഹസിച്ചു. അങ്ങനെ എല്ലാവരും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആരതിയൊക്കെ ഒഴിഞ്ഞു. അങ്ങനെ ദൃഷ്ടിദോഷമൊക്കെ കളഞ്ഞ് തിരികെ അവരെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ആ കാറിൻ്റെ മുന്നിൽ നിന്ന് ശ്രുതിയും വർഷയും ചന്ദ്രമതിയും കൂടി ചേർന്നിട്ട് ഫോട്ടോ എടുക്കുവാണ്. അപ്പോൾ വർഷ പറഞ്ഞു, രേവതി ചേച്ചിയും കൂടി വാ, നമുക്ക് ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാം എന്ന് വർഷ പറഞ്ഞു. അങ്ങനെ രേവതിയും പിടിച്ചു നിർത്തി സെൽഫി എടുക്കുവാണ്. അത് ശ്രുതിക്കും ചന്ദ്രമതിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും വർഷയ്ക്ക് ഇഷ്ടപ്പെട്ടു. അവർ നിന്ന് സെൽഫിയൊക്കെ എടുത്തു. കുറേ കഴിഞ്ഞ് അവരെല്ലാവരും അകത്ത് പോയപ്പോൾ സുധിയെ പിടിച്ചു നിർത്തിയിട്ട് ഈ ഒരു കാർ വാങ്ങിയതിൻ്റെ ട്രീറ്റായിട്ട് ഞങ്ങൾക്ക് ബിയർ വാങ്ങിച്ചു തരണം, ബിയറും ടച്ചിങ്സും വാങ്ങിച്ചു തരാനായിട്ട് സുധിയോട് പറഞ്ഞിരിക്കുവാണ്. ആദ്യം കേട്ടില്ലെങ്കിലും ശ്രീകാന്തും സച്ചിയും കൂടി ഒന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ സുധി ഏറ്റു. രാത്രി തന്നെ 3 ബോട്ടിൽ ബിയറൊക്കെ വാങ്ങിച്ച് ടച്ചിങ്സ് ഒക്കെ വാങ്ങിച്ച് അവർ ടെറസിലിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തൻ്റെ ഭാര്യ കുടിക്കരുത് എന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്കിൻ്റെ മേലിൽ
സച്ചി ബിയർ വേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, എനിക്ക് കുടിക്കേണ്ട, എനിക്ക് വേണ്ട എന്ന് സച്ചി തീർത്തും പറഞ്ഞു. അങ്ങനെ ഈ കുടിക്കുന്നതിൻ്റെ ഇടയിലും പുതിയ പുതിയ ബിസിനസ് പ്ലാനുകളാണ് ശ്രീകാന്തും സുധിയും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകാന്ത് ഓരോരോ ബിസിനസ് പ്ലാനുകൾ പറയും, അത് കൊള്ളാം ഇത് കൊള്ളാം എന്നൊക്കെ സുധി ഇങ്ങനെ പറയുവാണ്. പക്ഷേ എല്ലാം എടുത്തു ചാടി അവസാനം വലിയൊരു കുരുക്കിൽ ചെന്ന് ചാടരുതെന്ന് മാത്രമേ സച്ചിക്ക് പറയാനുള്ളൂ. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? വലിയൊരു പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് നല്ല സന്തോഷത്തോടു കൂടി കുടുംബം മുന്നോട്ട് പോകുകയാണ്. ഇപ്പോൾ സുധിയുടെ ബിസിനസ് പ്ലാനിങ്ങിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.